നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയാണോ അതോ നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കുകയാണോ? ഏത് സാഹചര്യത്തെയും ധീരമായി നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ തോൽപ്പിക്കുന്നത് പുറത്തുള്ള ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിയന്ത്രണം വിട്ട വികാരങ്ങളാണ്. ദേഷ്യം വരുമ്പോൾ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ വികാരങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കാൻ അത് എനിക്ക് കൂടുതൽ പ്രചോദനം നൽകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. സുഹൃത്തെ, എല്ലാ വികാരങ്ങളും ശരിക്കും പറഞ്ഞാൽ മനുഷ്യ സഹജമല്ലേ? അതെ. എന്നാൽ ചില വികാരങ്ങളിൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുമ്പോഴാണ് അവ നമ്മുടെ ആരോഗ്യപരമായും മാനസികമായുമുള്ള ബന്ധങ്ങളെ ബാധിക്കുന്നത്, അല്ലേ? ചിലർക്ക് അനിയന്ത്രിതമായ ദേഷ്യം ആയിരിക്കും വികാരം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ചിലപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെയെങ്കിലും വാക്കുകൾ ഓർമ്മിച്ചോ നമുക്ക് ദേഷ്യം വരുന്നു. എന്നാൽ ഈ ദേഷ്യം കൂടുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മെ വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലർക്ക് അമിതമായ ഉത്കണ്ഠ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചോർത്ത് അമിതമായി ഭയപ്പെടുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇത് ഉറക്കമില്ലായ്മയെയും ശാരീരിക തളർച്ചയ്ക്കും കാരണമാകുന്നു. വേറെ ചിലർക്ക് കുറ്റബോധം, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്താവാം ചിലർ നിരന്തരം വിഷമിക്കുന്നത്. ഇത് അവരുടെ നിലവിലെ സമാധാനം കളയും. ഇത് അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നു. അസൂയ അല്ലെങ്കിൽ വിദ്വേഷം, ചിലർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഇങ്ങനെയുള്ളവരിൽ അവരുടെ മനസ്സിനെ എപ്പോഴും അശാന്തിയിൽ നിലനിർത്തേണ്ടി വരും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് നെഗറ്റീവ് ഊർജം നൽകും. അടുത്തൊരു വികാരം നിരാശയാണ്. ഒന്നിനും കഴിയില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ പ്രതീക്ഷയില്ലായ്മ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ടോ? ഉണ്ടാക്കും. അല്ലാതെ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തില്ലല്ലോ. വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത് ഒരു കലയാണ്. അതിന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വികാരങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ഒരു വികാരം ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്തുന്നതിന് പകരം എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് സ്വയം ചോദിക്കുക. അത് ദേഷ്യമാണോ, അല്ല സങ്കടമാണോ, അതോ ഉത്കണ്ഠയാണോ, ആങ്സൈറ്റിയാണോ? ഇത് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാകും. അമിതമായ ദേഷ്യമോ ടെൻഷനോ തോന്നുമ്പോൾ ദീർഘമായി ശ്വാസം എടുക്കുക. ഇത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. 4, 7, 8, 4, 7, 8 ഈ രീതി പരീക്ഷിക്കാം. 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, 7 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക, 8 സെക്കൻഡ് കൊണ്ട് സാവധാനം പുറത്തേക്ക് വിടുക. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളുടെ പുറത്ത്
ഉടനെ പ്രതികരിക്കാതിരിക്കുക. ഒരു നിമിഷം ആലോചിച്ച ശേഷം മാത്രം സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വലിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് എന്ന് സ്വയം മനസ്സിൽ പറയുക. ഏത് സാഹചര്യത്തെയും ശാന്തമായി നേരിടാൻ എനിക്ക് കഴിയും. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് സ്വയം മനസ്സിൽ പറയുക. എപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ കാര്യം പല തവണയായി ഓരോ ദിവസവും മനസ്സിൽ പറയണം. അതായത്, ഏത് സാഹചര്യത്തെയും ശാന്തമായി നേരിടാൻ എനിക്ക് കഴിയും. അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പോലെ ശാന്തമായി ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന ആളായി നിങ്ങൾ മാറും. ഒരു വികാരം, ഉദാഹരണത്തിന് ദേഷ്യം തന്നെ എടുക്കാം. നമുക്ക് ദേഷ്യമുണ്ടായാൽ അത് ശാരീരികമായി നിലനിൽക്കുന്നത് വെറും 90 സെക്കൻഡാണ്. അതായത് 1.5 മിനിറ്റ്. ആ 1.5 മിനിറ്റ് നമ്മൾ സംയമനം പാലിച്ചാൽ ആ വികാരം തനിയെ അടങ്ങും. ആ സമയം പ്രതികരിക്കാതെ ഇരിക്കുക എന്നതാണ് ബുദ്ധി. നമ്മുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞല്ലോ, അതിനൊരു പേരിട്ട് വിളിക്കുക. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ദേഷ്യമാണ്, എനിക്ക് ഇപ്പോൾ തോന്നുന്നത് സങ്കടമാണ്. അതിനെ പേര് ഐഡന്റിഫൈ ചെയ്യുക. അത് കുറച്ചു കഴിഞ്ഞാൽ മാറിക്കോളും. ഇങ്ങനെ ചിന്തിക്കുക: ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ ആ ദേഷ്യം മാറും. ഇത് എൻ്റെ സ്വഭാവമല്ല, ആ സാഹചര്യത്തിൽ സംഭവിച്ചതാണ് എന്ന് സ്വയം മനസ്സിനോട് പറയുക. ഞാൻ ശാന്തനാണ്. ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരത്തിന് ചില മാറ്റങ്ങൾ നൽകുക. ചെറുതായി നടക്കുക. നടത്തം മനസ്സിനെ ശാന്തമാക്കുന്നു. പ്രകൃതി നോക്കി ആസ്വദിക്കാൻ ശ്രമിക്കുക. പ്രകൃതി ഭംഗി ആസ്വദിക്കുക. വെള്ളം കുടിക്കുക. ദേഷ്യത്തിലാകുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കും. ദേഷ്യപ്പെടുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എഴുതി വെക്കാൻ ശ്രമിക്കുക. മനസ്സിന്റെ വിഷമങ്ങളും ദേഷ്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നത് ആ വികാരത്തിന്റെ ഭാരം പകുതിയാക്കാൻ സഹായിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേ ഭാഗങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പരിശ്രമിച്ച് വിജയിച്ച കാര്യങ്ങളാണ്. നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും ഈ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും. ഓർക്കുക, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ അടിമയാകണം. നിങ്ങൾ വികാരങ്ങളുടെ അടിമ ആകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും താല്പര്യപ്പെടുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.